വെൽക്കം ടു 8ാം ക്ലാസ് മക്കളെ. അപ്പൊ നമ്മൾ അങ്ങനെ 8ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞു, വലിയ കുട്ടികളായി. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലും ഇനി കുറച്ചധികം മാറ്റങ്ങളുണ്ട്. നമ്മുടെ സിലബസ് മാറിയ കാര്യം ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച നമ്മുടെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സയൻസ്, മാത്സ് ഒക്കെ തന്നെയാണ് ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ നമ്മുടെ കണ്ടന്റിൽ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വലിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് മാത്രമല്ല, ഒരു കുഞ്ഞു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച ബേസിക് സയൻസ്, നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്നത് ഇനി 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരേ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പല പല ടൈപ്പ് ചാപ്റ്റേഴ്സ് ആയിരിക്കും. കുറച്ച് ചാപ്റ്റേഴ്സ് ഫിസിക്സിൻ്റെ ആണെങ്കിൽ, കുറച്ച് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കെമിസ്ട്രിയുടേതായിരിക്കും, കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മുടെ ബയോളജിയുടേതായിരിക്കും. അങ്ങനെ ഈ 3 സബ്ജക്റ്റുകളും കൂടെ ചേർന്നതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ സയൻസ് എന്ന് പറയുന്നത്. ഒക്കത്തിലും പല പല കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. നമ്മളുടെ കറണ്ട്, നമ്മുടെ യൂണിറ്റുകളെ കുറിച്ചിട്ട്, ഫോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും ഫിസിക്സിലായിരിക്കും. എന്നാൽ ആസിഡ്, ബേസ്, മോളിക്യൂൾസ്, ആറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക ഈ പറഞ്ഞ കെമിസ്ട്രിയിലായിരിക്കും. എന്നാൽ നമ്മൾ ജന്തുക്കളെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ നമ്മളെ ഹ്യൂമൻ ബോഡീനെ കുറിച്ചിട്ട്, പ്ലാന്റ്സ്, മരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക ഈ ബയോളജിയിലായിരിക്കും. അപ്പൊ ആകെ മൊത്തം ടോട്ടല് മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്തായാലും പറഞ്ഞു വന്നത്, ഒരു നല്ല ഗൈഡൻസിന്റെ ആവശ്യം നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെ. എന്തൊക്കെ പറഞ്ഞേ, ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സോ ഒരൊറ്റ കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ. നമ്മുടെ ഫിസിക്സിന്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫിസിക്സ് ഈ വർഷം അല്ലെ, നമ്മുടെ സയൻസിലെ ഫിസിക്സ് നമുക്ക് ഈ വർഷം ഈസി ആവണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അല്ലെ. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും യൂണിറ്റ് അല്ലെ, പല ടൈപ്പ് യൂണിറ്റുകൾ, കുറേ ആൾക്കാർക്ക് പല പല യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. നീളത്തിന് നമ്മൾ സെന്റിമീറ്റർ, മീറ്റർ അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ. കിലോഗ്രാം എന്ന് പറഞ്ഞ മറ്റൊരു യൂണിറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ മീറ്റർ അല്ലെ, സെന്റിമീറ്റർ അല്ലെ, കുറേ യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി കേട്ട കാര്യങ്ങളാണ് അല്ലെ. ആൻഡ് കൺവേർഷൻസ്, അത് കേട്ടിട്ട് നിങ്ങൾ വീണ്ടും ബോധം കെടേണ്ട ആവശ്യമില്ല. കിലോഗ്രാമിനെ എങ്ങനെയാണ് ഗ്രാമിലേക്ക് മാറ്റുക, ഗ്രാമിനെ എങ്ങനെയാണ് കിലോഗ്രാമിലേക്ക് മാറ്റുക, മീറ്ററിനെ എങ്ങനെയാണ് കിലോമീറ്ററിലേക്ക് മാറ്റുക, കിലോമീറ്ററിന് എങ്ങനെയാണ് മില്ലിമീറ്ററിലേക്ക് മാറ്റുക. അങ്ങനെ വല്ല കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ബഹുജനായിട്ടുള്ള കാര്യമായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുതുക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ ഒരു 8ാം ക്ലാസ്സിലേക്ക് നമ്മുടെ കുഞ്ഞിക്കാൽ എടുത്തു വെക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട സയൻസിലെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബേസിക് മാത്തമാറ്റിക്സ്, നിങ്ങൾ പഠിച്ച കുറേ കണക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് എവിടെ ആവശ്യമുണ്ട്, നമ്മുടെ സയൻസിലെ ഈ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും അല്ലെ, മാത്സ് എനിക്ക് ഇഷ്ടമല്ല, അതും ഇപ്പോൾ ഫിസിക്സിലും പഠിക്കാനുണ്ടോ വിചാരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ. അഡീഷൻ, കൂട്ടലും, കുറക്കലും, ഗുണിക്കലും, ഹരിക്കലും നമുക്ക് എവിടെ അറിഞ്ഞിരിക്കണം, നമ്മുടെ മാത്സിലും ഫിസിക്സിലും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ അല്ലെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും, 1/2 + 3/4. അയ്യോ, നമ്മൾ അന്തമായിട്ട് ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ ബേസിക് മാത്തമാറ്റിക്സ്. ഇതൊക്കെ നമുക്ക് എവിടെ ആവശ്യമുണ്ട്, നമ്മുടെ സയൻസിലെ ഫിസിക്സിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അല്ലെ, 0.2 എങ്ങനെയാണ് നമ്മൾ 4 കൊണ്ട് ഗുണിക്കുക, നമ്മൾ അന്തമായിട്ട് ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇത്രയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഒരൊറ്റ കാര്യം, ഇതിൽ ഒരൊറ്റ യൂണിറ്റ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. യൂണിറ്റ്സ്. ബേസിക് ആയിട്ട് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് യൂണിറ്റുകൾ ഉണ്ട്. ലെങ്ത്തിന്റെ യൂണിറ്റുകൾ, നീളത്തിന്റെ കുറച്ച് യൂണിറ്റുകൾ അല്ലെ. ബേസിക് യൂണിറ്റ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് മീറ്റർ എന്നാണ് അല്ലെ. മീറ്റർ അല്ലെ, സ്മോൾ ലെറ്റർ M എന്നാണ് നമ്മൾ കൊടുക്കുക അല്ലെ. ഇപ്പൊ നമ്മളോട് പറയാം, നമ്മുടെ നീളം അളക്കാൻ പറഞ്ഞാൽ ഒരു 2 മീറ്റർ അല്ലെ. അപ്പൊ 2 എഴുതിയിട്ട് മീറ്റർ എന്നോട് അല്ലെ, 2 മീറ്റർ. അതുപോലെ തന്നെ നമ്മളോട് പറയാണ്, ഈ ഫോണിന്റെ നീളം ഒന്ന് അളന്നേന്ന് പറയുമ്പോൾ നമ്മൾ അളക്കും ഏകദേശം ഒരു 15 സെന്റിമീറ്ററിലൊക്കെ കിട്ടും അല്ലെ. അപ്പൊ നമ്മള് സെന്റിമീറ്ററിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മളോട് പറയാണ്, ഒരു കോയിൻ തന്നിട്ടില്ല, ഒരു പൈസ, 1 രൂപന്റെ കോയിന് തന്നിട്ട് അതിന്റെ വീതി, തിക്നെസ് അളക്കാൻ പറഞ്ഞാൽ നമ്മൾ പറയും ഒരു 2 മില്ലിമീറ്റർ ഉണ്ടെന്നല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ യൂണിറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പല 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 ടൈപ്പ് യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും എന്നത് മാത്രമല്ല, നിങ്ങളുടെ സയൻസിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ചാപ്റ്റർ. നമ്മളത് അടിപൊളിയായിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാസ്.
അല്ലെ? മാസിന്റെ യൂണിറ്റുകൾ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും. ആൻഡ് ഗ്രാം, കിലോഗ്രാം അല്ലെ? ഇനി അതുപോലെ തന്നെ കുറച്ചുകൂടി വലുതാണെങ്കിൽ അല്ലെ, ക്വിൻ്റൽ എന്നൊക്കെ നമ്മൾ പറയും. 100 കിലോനെയാണ് ഒരു ക്വിൻ്റൽ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ആനൊക്കെ പറഞ്ഞ അല്ലെ, ബഹുഭുജാന സാധനമാണ് അല്ലെ ആന പറഞ്ഞാല്. അപ്പൊ ഈ ആനയുടെ മാസൊക്കെ നമ്മൾ ഭയങ്കര വലുതല്ലേ, അത് നമ്മൾ ടൺ കണക്കിനൊക്കെയാണ് പറയാ. അപ്പൊ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ടൈം, സമയത്തിനും അല്ലെ നമുക്കറിയാം. സെക്കൻഡിൽ നമ്മൾ പറയാറുണ്ട്, മിനിറ്റിൽ പറയാറുണ്ട്, ഹവറിൽ പറയാറുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലേ നമ്മൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. സോ മക്കളെ, വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഓൾറെഡി നമ്മൾ ലൈവ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. മക്കൾ ഇതൊക്കെ ഒന്ന് അല്ലെ തട്ടിപ്പെറുക്കിയിട്ട് ഓർഡർ ആക്കിയിട്ട് വേണം നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കൂടെയുണ്ട്. കോണ്ടന്റ് വീഡിയോസ് ആയിട്ടും ലൈവ് വീഡിയോസ് ഒക്കെ ആയിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ യോധ ബാച്ചിൽ അല്ലെ, നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ബാച്ചിൽ നമ്മൾ ക്ലാസ്സസ് ആരംഭിക്കാൻ പോവുകയാണ്. ഓൾറെഡി നമ്മുടെ മാത്സും മറ്റു സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ക്ലാസ്സസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. സയൻസ് ഒക്കെ നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങും. സോ മക്കൾ പെട്ടെന്ന് തന്നെ നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം സിലബസ് മാറിയത് കൊണ്ട് തന്നെ നമുക്ക് കുറേ ബുക്കുകളും അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒന്നും പ്രീവിയസ് ഇയേഴ്സിനൊന്നും കിട്ടാനില്ല അല്ലെ, നമ്മൾ തന്നെ ഉണ്ടാക്കി പഠിച്ചിട്ട് വേണം. അപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഹാപ്പി ആണെങ്കിൽ ഹാപ്പി എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.